ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി കൂട്ടുകാരിയെ വിളിച്ച് അവിടെ കോളേജിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് പോരുന്ന സമയത്ത് പെട്ടെന്ന് കാറിൻ്റെ മുന്നിൽ ഒരു തടസ്സം. നോക്കുമ്പോൾ ആരാ? നമ്മുടെ സുധീഷിൻ്റെ അച്ഛൻ. അദ്ദേഹം വണ്ടി നിർത്തുന്ന നമ്മൾ കൈയൊക്കെ ഇങ്ങനെ പൊക്കിയൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഒന്ന് വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നിധി അന്തം വിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അതെ, നീ വണ്ടി എടുത്തോളാൻ പറഞ്ഞു അച്ഛൻ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വണ്ടി എടുക്കടാ എന്ന് അച്ഛൻ പറഞ്ഞു. വണ്ടി എടുത്തു. ഇതേ ഭാസ്കരേട്ടന് സുഖമല്ലേ എന്ന് ഡ്രൈവർ ചോദിക്കുക. അതെന്നാടാ, എന്നെ കണ്ടാൽ അറിയില്ലേടാ, പിന്നെ എന്തിനാ ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നിധി ഇങ്ങനെ അന്തം വിട്ടിരിക്കുക കേട്ടോ. നിധിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ സംഭവം എന്ന്. അപ്പം നിനക്കെന്താ സുഖം പോരെന്ന് തോന്നുന്നുണ്ടല്ലോ, ശരിയല്ലേ എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നെ ഓരോ ഓട്ടോ അല്ലേ, ഓടിക്കോ. പിന്നെ എന്നെ നോക്കിയല്ലേ ഓടിക്കണ്ട, നേരെ നോക്കി ഓടിക്കണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ഭാസ്കരേട്ടനെ ഇയാളോട് പറയുമ്പോൾ നിധിക്ക് അച്ഛനോട് എന്തോ ചോദിക്കണമെന്നുണ്ട്. അപ്പോൾ ഒന്നും പറയാനില്ല. അപ്പം നിൻ്റെ കല്യാണം കഴിഞ്ഞാണോടാ? അപ്പം അല്ലാന്ന് പറഞ്ഞു. എങ്ങനെയാടാ നിനക്കൊക്കെ ഒരു പെണ്ണ് കിട്ടുന്നേ എന്ന് ഭാസ്കരേട്ടൻ ചോദിക്കുക. അപ്പം നീതി കേട്ടോണ്ടിരിക്കുക. ദേ നീ പഠിച്ച ഡ്രൈവിംഗ് സ്കൂളിൽ ഇന്ന പോലെയൊക്കെ പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കീപ്പ് ലെഫ്റ്റ് എന്നല്ലേടാ, നിന്നെ റൈറ്റ് ആണോടാ പഠിപ്പിച്ചേക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഈ ഡ്രൈവറോട് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇത് സുധീഷിൻ്റെ അച്ഛനാ എന്നും പറഞ്ഞുകൊണ്ട് ഡ്രൈവർ നിധിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. നിധിക്ക് അറിയാമല്ലോ. എടാ കടുംപൊട്ടാ, അത് നീ പറഞ്ഞു കൊടുത്തിട്ട് വേണോടാ അവൾക്ക് അറിയാൻ എന്ന് അച്ഛൻ ചോദിക്കുന്നു. റോഡ് നോക്കി ചോന വണ്ടി ഓടിക്കാൻ നോക്കടാമെന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരേട്ടൻ ഇവനോട് പറഞ്ഞു. നിധിക്കാണെങ്കിൽ ആകെത്. അപ്പോൾ വേറെ എവിടെയെങ്കിലും പോകാനാണോ കാർ കയറിയത് എന്ന് ചോദിച്ചു കേട്ടോ നിധി. നീ കാർ കയറിയത് എങ്ങോട്ട് പോകാനാണെന്ന് ചോദിച്ചു. അങ്ങോട്ട് തന്നെ പോകാനാണെന്ന് പറഞ്ഞു. അവിടെ എവിടേക്കാണെന്ന് ചോദിച്ചേ. ഡ്രൈവർ ഓരോന്ന് ചോദിക്കുമ്പം നേരെ നോക്കി വണ്ടി ഓടിക്കാൻ ആൻഡ്രോസ് വെച്ചുമ്പോൾ കിന്നാരം ചോദിക്കാതെ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ വണ്ടിയിലിരുന്ന് ഇവർ പോവുക. അപ്പം നിധിക്കൊരു താങ്ങായും തണലായും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അച്ഛൻ പോകുന്നത്. നിധി പോലും പ്രതീക്ഷിച്ചില്ലത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സുഭാഷും സുധീഷും കൂടി സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നിധി പോയതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിന്നെ ഉപേക്ഷിച്ച് പോയതൊന്നും അല്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചു. അല്ല, പക്ഷേ ഒരു പേടി എനിക്ക് എന്ന് പറഞ്ഞു. അത്രയ്ക്ക് പേടിയായിരുന്നെങ്കിൽ നിനക്കും കൂടെ പോകത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അതിന് അവൾ സമ്മതിച്ചില്ലല്ലോ സുഭാഷേട്ടാന്ന് സുധീഷ്. എപ്പോൾ നോക്കിയാലും ഇവിടുന്ന് പോകണം, വേറെ വീടെടുത്ത് താമസിക്കണം, അതൊക്കെയല്ലേ അവളുടെ മനസ്സിൽ, പിന്നെന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചു. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും നയത്തിൽ പറഞ്ഞ് അവിടെ കൂടാമെന്നങ്ങനെ കരുതോന്ന് എൻ്റെ പേടി. എടാ അങ്ങനെ ആയാലും അത് നല്ലതല്ലേടാ, അവൾക്ക് ഇവിടെ ഉള്ളതിനേക്കാളും നല്ലൊരു ജീവിതം ഉണ്ടാവത്തില്ലേ എന്ന് ചോദിച്ചു. സുഭാഷേട്ടാ, എടാ എവിടെയായിരുന്നാലും അവൾ നന്നായിട്ട് സന്തോഷത്തോടെ ജീവിച്ചാൽ പോരാടാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതെന്താ സുഭാഷേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ലാണ്ട് പിന്നെ എടാ നീ അയച്ച കാറിലല്ലേടാ അവൾ പോയിട്ടുള്ളത്, അപ്പോൾ തിരിച്ച് ആ കാറിൽ തന്നെ അവൾ വരത്തില്ലേടാ, നീ മിണ്ടാ വണ്ടി ഓടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവർ നിധിയുടെ കാര്യവും പറഞ്ഞ് വണ്ടിയിൽ ഇങ്ങ് വരുമ്പോൾ വഴിയിൽ വെച്ച് യാദർശികമായിട്ട് നമ്മുടെ സുനന്ദയെയും അമ്മയെയും കണ്ടു. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർ രണ്ടുപേരും നോക്കും. അപ്പോൾ സുനന്ദയാണെങ്കിൽ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പുറ സൈഡിൽ പോയ സുനന്ദ നീങ്ങി നടക്കടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് റോഡിൻ്റെ അപ്പുറ സൈഡിലേക്കാക്കി. സുനന്ദ അമ്മയ്ക്ക് ഇത് എന്താ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക. അപ്പോഴും അവരങ്ങോട്ട് പോകുന്നത് കണ്ടത്. അപ്പോൾ സുധീഷ് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ സുഭാഷും ഇങ്ങനെ നോക്കി അവനെ നോക്കി നിൽക്കുന്നു. പോടാ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് തള്ള റോട്ടിൽ കിടന്ന് ഒച്ച വെക്കുക. നീ എന്തിനാടി അങ്ങോട്ട് നോക്കിക്കൊണ്ട് നടക്കുന്നത്, നടക്കടി ഇങ്ങോട്ട് പറയാം. അപ്പോൾ സുഭാഷ് തിരിഞ്ഞു നോക്കി പോകുന്നു. സുനന്ദയും തിരിഞ്ഞ് നോക്കി പോണു. അപ്പോൾ സുഭാഷിന് കരച്ചിൽ വന്നു. സുഭാഷ് കണ്ണ് തുടച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോവുക കേട്ടോ. സുനന്ദയ്ക്ക് ഭയങ്കര സങ്കടമായി. സുനന്ദ ഭയങ്കര കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നിധിയാണ്. അപ്പോൾ നിധിയും അച്ഛനും കൂടി ഇങ്ങനെ പോകുന്നപ്പോൾ നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ കേട്ട് ഭയങ്കര ഇതായിട്ട് പോവുകയാണ്. അച്ഛനാണെങ്കിൽ പാട്ടിനൊപ്പം പാട്ടൊക്കെ പാടി ഇങ്ങനെ ഭാസ്കരേട്ടൻ ഭയങ്കര ജോളി അടിച്ചാൽ പോണേ. അങ്ങനെ അവർ കോളേജിൽ ചെന്നു. അപ്പോൾ അങ്ങനെ അവരവിടെ ചെന്ന് കോളേജിൻ്റെ അടുത്ത് ചെന്നു. പെട്രോൾ അടിക്കുന്നതിന് വേണ്ടി വണ്ടി നിർത്തി. അപ്പോൾ അടിക്കണ്ടേന്ന് ചോദിച്ചു. എന്തോ പെട്രോള്? അല്ല, എനിക്കടിക്കാനുള്ള പെട്രോൾ ബിവറേജ് കോർപ്പറേഷനിൽ ഇവിടെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. നീ പോയി അടിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കൊണ്ട് പെട്രോളും അടിപ്പിച്ചു. അദ്ദേഹം ആണെങ്കിൽ ബാത്റൂമിലേക്ക് പോവുകയും ചെയ്തു. എന്നിട്ട് നോക്കുക അവിടെ എല്ലാ സെറ്റപ്പൊക്കെ ഉണ്ടോയെന്ന്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നിധിയോട് മോക്ക് പോകണോ അങ്ങനെയൊക്കെ ചോദിച്ചു. ഇതിന് വേണ്ടിയിട്ട് പോയതായിരുന്നോ എന്നിട്ട് ഡ്രൈവർ അന്നേരം ചോദിക്കുക കേട്ടോ. അങ്ങനെ നിധിക്ക് പോകണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. എത്ര ദൂരം പോകണമെന്ന് വിചാരിച്ചിട്ടാ നീ ഈ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കാൻ, നീ ചെല്ല് എന്നും പറഞ്ഞിട്ട് മരുമോളെ പറഞ്ഞു വിട്ടു. അതിന് ശേഷം പിന്നെ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ മകളെ കൊണ്ടുപോകുന്നത് പോലെ തന്നെ ഭയങ്കര സ്നേഹത്തോടെയും കരുതലോടെയൊക്കെയാണ് നിധി അദ്ദേഹം കൊണ്ടുപോകണേ. എന്നിട്ട് നിനക്കെന്താടാ കഴിക്കാൻ ഇഷ്ടമെന്ന് ചോദിച്ചു. ബീഫോ ചിക്കനോ? എനിക്ക് ചിക്കൻ മതി കേട്ടാ. എന്നിട്ട് പിന്നെ ഇവർ ഫുഡ് കഴിക്കുന്നതിനും ഒക്കെയുള്ള പൈസയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് ഭാസ്കരേട്ടൻ അവിടെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അവനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നിധി പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുടിക്കാൻ വെള്ളം വേണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് അച്ഛൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് കാണുന്നത്. കണ്ടപ്പോൾ അദ്ദേഹം നിധി ഞെട്ടിപ്പോയിട്ടോ. അച്ഛനോ? അപ്പോൾ വെള്ളം എടുത്ത് നിധിയുടെ കൈ കൊടുക്കുക. അപ്പോഴത്തേക്കും പേടിയായേ. നിധിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു, പേടിച്ചു പോയി.
അങ്ങനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭാസ്കരേട്ടൻ വണ്ടി എടുത്ത് പോവും. ഇതൊക്കെ കണ്ട് നിധി വല്ലാതെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വെള്ളം എടുത്തുകൊണ്ട് വന്നു. വെള്ളം മേടിച്ചുകൊണ്ട് വന്നു അവൻ. ചേട്ടൻ വണ്ടി ഇങ്ങോട്ട് എടുത്തോ എന്ന് ചോദിച്ചു. നീ ഇവിടെ അല്ലേ ഇരിക്കുന്നേ, തിരിച്ചു പോകാൻ പറ്റുമോ? വന്ന് കയറിക്കേ വാ. അപ്പം ഞാൻ ഓട്ടിക്കാൻ ചേട്ടാന്ന് പറഞ്ഞു. വേണ്ട എടാ, ഒന്ന് വന്ന് കയറടാ, ഇത് ഫാറ്റൻ ടാങ്ക് ഒന്നും മാത്രമൊന്നും അല്ലല്ലോ, നിനക്ക് ഓടിക്കാൻ മാത്രം, നീ ഒന്ന് കയറടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവനെ അപ്പുറത്തെ സീറ്റിൽ പിടിച്ചിരുത്തി. നിധി പുറകിലിരിക്കുന്ന അച്ഛൻ നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുക കേട്ടോ. അദ്ദേഹം വണ്ടി ഓടിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നിധി കാറ് ഡ്രൈവർ ഓടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതെ, ഓടിക്കുന്നവൻ ആരാണോ അവനാണ് ഡ്രൈവർ എന്ന് അച്ഛൻ. മിണ്ടാതിരിക്കാൻ അച്ഛൻ നിധിയോട് പറയുക. നിധിക്കാണ് പേടിയായിട്ടും പാടില്ല. എടാ ആൻഡ്രോസേ, നീ നോക്കി പഠിച്ചോ, ഇങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൻഡ്രോസ് ഇങ്ങനെ നോക്കുക. ഗിയർ മാറ്റുന്നതും ബ്രേക്ക് ഒട്ടുന്നതൊന്നും വണ്ടിക്ക് അകത്തിരിക്കുന്നവർ അറിയാനേ പാടില്ല. അല്ലാതെ നെല്ല് കുത്തുന്ന മെഷീൻ ഓടിക്കുന്നത് പോലെ അല്ല വണ്ടി ഓടിക്കുന്നത്, മനസ്സിലായോ എന്നൊക്കെ ആൻഡ്രോസിനോട് അച്ഛൻ ചോദിക്കുക. നിനക്ക് കാറേടാ ലൈസൻസ് തന്നേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് അദ്ദേഹം ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊക്കെ സംസാരിക്കുക കേട്ടോ. നിധിക്കാണെങ്കിൽ നെഞ്ചെടുപ്പുണ്ട്, പേടിയുണ്ട്. അങ്ങനെ നിധി ഇങ്ങനെ അതിനകത്ത് ഇരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇവർ കോളേജിൻ്റെ ക്യാമ്പസിലെത്തി. നിധിയോട് പോയിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് നിധിക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്തു കൊടുത്തു. കഴിച്ചിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞു. പക്ഷേ നിധി എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. പിന്നെ പാട്ടനെ എടുക്കാനാണോ അതിൻ്റെ ഭാവം, കഴിക്കുവേണേ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് നിധിക്ക് കൊടുത്തു. നിധി അത് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിധിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. വളരെ കാര്യമായിട്ട് തന്നെയാണ് അദ്ദേഹം നിധിയെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ. അങ്ങനെ അവിടെ ചെന്ന് കോളേജ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. നീ പഠിച്ച കോളേജാണോ മോളെ ഇത്? അപ്പം അതേന്ന് പറഞ്ഞു. എന്തോ പഠിച്ചതെന്ന് ചോദിച്ചു. അല്ല എന്തോന്നാ നീ പഠിച്ചതെന്ന്. അത് പിന്നെ BArch. മനസ്സിലായോടാ? നീ ആദ്യം ബ്രേക്ക് എന്നാന്ന് പഠിക്കുക, എന്നിട്ട് ചവിട്ടാൻ പഠിക്കുക കേട്ടോ, എന്നിട്ട് BArch എന്താണെന്ന് മനസ്സിലാക്കാനെന്ന് പറഞ്ഞിട്ട് ഡ്രൈവറെ വഴക്ക് പറയാം. അപ്പോൾ നിധി അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം നിധി ചെന്നപ്പോഴത്തേക്കും കൂട്ടുകാരി ഓടി വന്നു. കൂട്ടുകാരി ഓടി വന്നപ്പോൾ അച്ഛനെ ഇറങ്ങി ചെന്നു. മോളെ ഇതാരാ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നിധി ഇതെൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ശ്വേത എന്ന പേര്. അപ്പോൾ ഫ്രണ്ടാണോ? നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറഞ്ഞോട്ടെ അച്ഛൻ. അപ്പോൾ നിധി പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ശരി പോയിട്ട് വാ, ഞാനവിടെ തന്നെ കാണും കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ് അദ്ദേഹം അവിടെ നിൽക്കുന്നു. സൂക്ഷിച്ച് പോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു വിടുക. ആരാടി എന്ന് ചോദിച്ചാൽ. അപ്പോൾ ആദ്യം നീ നിൻ്റെ വിശേഷങ്ങൾ പറയാൻ നിധി കൂട്ടുകാരിയോട് പറഞ്ഞു. അച്ഛനൊരു വീഡിയോ ഒക്കെ വലിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ചേട്ടാ കോളേജാ കേട്ടോ. കോളേജാണല്ലേ, ഞാനത് ഓർത്തില്ല. ഞാൻ പൊല്ലാപ്പ് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ഷർട്ടിൻ്റെ കൈയുടെ മടക്കിലേക്ക് വെച്ചു വീടി. അത് കഴിഞ്ഞ് വെറുതെ കോളേജിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാം. എന്തൊക്കെ ഡ്രീംസ് ആയിരുന്നു നിനക്ക്, മാസ്റ്റേഴ്സിൽ ഫോറിനിൽ പോകണം, വലിയ ജോലി നേടണം, എന്നിട്ട് എന്തൊക്കെയാടി അവസാനം സംഭവിച്ചതെന്ന് കൂട്ടുകാർ ചോദിക്കാം. നിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതൊക്കെ ഘടക വിരുദ്ധമായി പോയില്ലടി ലൈഫ് എന്നൊക്കെ കൂട്ടുകാർ ചോദിക്കാം. നിന്നെ കിട്ടാനായി ഫോണിൽ ഒരുപാട് ശ്രമിച്ചു, അതിനു പോലും നിവർത്തി ഉണ്ടായിരുന്നില്ല. എന്താടി ശരിക്കും ഉണ്ടായത്? എന്തിനാ ഇത്രയും തിടുക്കത്തിൽ നീ കല്യാണം കഴിച്ചത്? ആരാണാ പയ്യൻ? അപ്പോൾ അതൊക്കെ ഞാൻ പറയാടി. ഇതൊക്കെ പെട്ടെന്ന് സംഭവിച്ച ഒരു കഥയാണ്, അതൊക്കെ പറയണമെങ്കിൽ സമയം വേണം, പെട്ടെന്ന് പറഞ്ഞാലൊന്നും ഇത് തീരില്ല, ഒരു ദിവസം ഫുള്ള് വേണമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറയാമെന്നും പറഞ്ഞ് ഇവരിങ്ങനെ വരുമ്പോഴേക്കും ഒരാളെ കണ്ടു. നിധി എന്താ ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മിസ്സായി, അതൊന്ന് റീഅപ്ലൈ ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരി വരാൻ പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ ഇവരെ വിളിച്ചുകൊണ്ട് പോകും കേട്ടോ. അങ്ങനെ സാറുമാരുടെ അടുത്തേക്ക് നമ്മുടെ നിധി ചെല്ലുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പളെ കണ്ടു. ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ പറയുമ്പോൾ മാഡം ഞാൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സിന് അപേക്ഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. സർട്ടിഫിക്കറ്റൊക്കെ തന്നതാണല്ലോ എന്ന് മാഡം പറഞ്ഞു. അത് മിസ്സായി മാഡം. അപ്പോൾ മാസങ്ങളായില്ല, അപ്പോഴേക്കും എല്ലാം മിസ്സായി പോയോ എന്ന്. അപ്പോൾ എങ്ങനെയുണ്ട് നിധി പുതിയ ജീവിതം? പെട്ടെന്ന് വൈറലായല്ലോ അല്ലേ എന്നൊക്കെ സാറുമാർ കളിയാക്കി ചോദിക്കാം. കുറേ വാർത്തകളൊക്കെ ഞാനും കണ്ടായിരുന്നു, ഞാനും അറിഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പെൺകുട്ടി നിശ്ചയത്തിൻ്റെ തലേന്ന് കാമുകൻ്റെ ഒപ്പം ഒളിച്ചോടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടത്തി എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആ കുട്ടിയായി നിൽക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിധിയെ പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പോൾ പ്രിൻസിപ്പളൊക്കെ ഇങ്ങനെ നോക്കുക. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല പെട്ടെന്ന്. ഇപ്പം ഞാൻ ഓർക്കുന്നു, ചേസിങ്ങിൽ സിനിമ സ്റ്റൈലിലൊക്കെ ആയിരുന്നല്ലോ കാര്യങ്ങളല്ലേ? അതെ എന്നും പറഞ്ഞ സാറുമാർ. നന്നായി പഠിച്ച് ഗോൾഡ് മെഡൽ വാങ്ങിയ കുട്ടിയാണ്. കോൺവെക്കേഷൻ്റെ ആ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ അഭിമാനമായിരുന്നു എന്ന് മേഡം നിധിയോട് പറയണം. ഇത്ര പെട്ടെന്ന് ലൈഫ് സ്പോയിൽ ചെയ്ത് കളഞ്ഞല്ല മോളെ എന്നൊക്കെ മേഡം പറയാം കേട്ടോ. ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ പ്രിൻസിപ്പാളിനെ കണ്ട് അപേക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു. പ്രിൻസിപ്പൾ ഇതുവരെ എത്തിയിട്ടില്ലെന്നും അതുവരെ വെയിറ്റ് ചെയ്യാനും നിധിയോട് പറയൂ കേട്ടോ. ശരി മേഡം എന്ന് പറഞ്ഞു നമ്മുടെ നിധി. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നിധി അതിനൊന്നും പറഞ്ഞില്ല.
ഇവർ സംസാരിച്ചത് അല്ലെങ്കിൽ ഇവർ ആ ഒരു പരിഹസിച്ചതിനൊന്നും പറഞ്ഞില്ല. എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കേ, നല്ല കഴിവും മിടുക്കുമുള്ള കുട്ടികളാണ്. 10-20 വയസ്സ് കഴിയുമ്പോഴേക്കും പ്രേമമെന്ന് പേരും പറഞ്ഞ് ഇങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ്റെ വലയിൽ കുടുങ്ങുന്നത്. പിന്നെ ലൈഫും കരിയറും പോയി എന്നൊക്കെ ആ മേഡം ഇരുന്ന് സാറുമാരോട് പറയാം. വിവാഹം പ്രൈമറി ആയൊരു കാര്യമല്ല എന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇനി എന്നാ മനസ്സിലാകുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഇവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അരുണിനെയാണേ, അതായത് നമ്മുടെ നിധിയുടെ ആംഗ്ല. അദ്ദേഹം ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് ഫോണിലേക്ക് കോൾ വന്നു. അപ്പോൾ ഇത് കോളേജിൽ നിന്ന് സ്റ്റീഫനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അതെ, നിധി കോളേജിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും അരുണിന് ഭയങ്കര ഇത്. അപ്പോൾ അതിൻ്റെ വഴി അവിടെയും മുട്ടിക്കാനുള്ള പരിപാടിയാണ് ഇവർ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.